എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറിലേക്ക് സ്വാഗതം. പൂരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒക്ടോബർ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. പൂരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒക്ടോബർ 2024 എങ്ങനെയാണ് എന്ന് നോക്കാം. Four of Cups, Five of Wands, King of Swords, Three of Pentacles, Six of Pentacles, Knight of Cups. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം മാസത്തിന്റെ തുടക്കത്തിൽ കുറച്ച് ടെൻഷനൊക്കെ അടിക്കാനുള്ള സാഹചര്യമാണെങ്കിൽ കുറച്ച് മാനസികമായിട്ടുള്ള സംഘർഷം അനുഭവിക്കാൻ സാധ്യതയുള്ള ഒരു മാസമാണ് ഈ ഒരു മാസം എന്ന് തന്നെ പറയേണ്ടി വരും. പൊതുവിൽ ഒരു അരോചകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം. ഒറ്റപ്പെടൽ ചില ആളുകളെ സംബന്ധിച്ച് തോന്നുന്ന സമയമായിരിക്കും. നിങ്ങൾക്ക് എത്ര പേര് കൂടെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ആരൊക്കെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന പോലെ മറ്റുള്ളവരുടെ കൂട്ടത്തിലല്ല എന്നുള്ളൊരു തോന്നൽ, ആൾക്കൂട്ടത്തിലാണെങ്കിൽ പോലും തനിയാണ് എന്നുള്ളൊരു ഫീലിംഗ്. ഇപ്പോൾ ഏതെങ്കിലും കാര്യങ്ങളിലൊക്കെ ഫംഗ്ഷനിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതില് നിങ്ങൾ എല്ലാവരുടെയും കൂട്ടത്തിൽ എല്ലാവരുടെയും നടുക്കിരിക്കുമ്പോഴും ഒറ്റപ്പെട്ട് തോന്നുന്ന സാഹചര്യം, അങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷൻസ് ജീവിതത്തിന് ചില ആളുകളെ കുറിച്ച് ഈ ഒരു സമയം പറയുകയാണെങ്കിൽ നിങ്ങളൊരു ആത്മീയമായിട്ടുള്ള ഇതിലേക്ക് കൂടുതൽ അടുക്കുന്നതുമാവാം. കാരണം പല കാര്യങ്ങളും ചുറ്റുമുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിലുള്ള പല കാര്യങ്ങളും അതിനൊന്നും ഒരു അർത്ഥമില്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. അപ്പോൾ എന്താണ് ചില ആളുകൾക്ക് നിങ്ങളുടെ നിയോഗം എന്തെന്ന് കണ്ടെത്തുന്ന സമയമാവാം. അപ്പോൾ ശരിയായിട്ടുള്ള നിയോഗം എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടിട്ടുള്ള ഒരു സാഹചര്യം എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പലപ്പോഴും നിങ്ങൾ ഏതാണ് നിങ്ങളുടെ ശരിയായ ദിശ, ഏത് ദിശയിലാണ് നിങ്ങൾ സഞ്ചരിക്കേണ്ടത് എന്നുള്ള കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം എന്ന് പറയാം. ജീവിതത്തെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് ഉണ്ടാകുന്ന സമയം. പല കാര്യങ്ങളിലും നമ്മൾ പലപ്പോഴും നമ്മളെ കുറിച്ചിട്ട് തന്നെ ഒരു നമ്മൾ ആരാണ് എന്താണ് എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ചിട്ടൊരു വ്യക്തത ഉണ്ടാവുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഈ ഒരു മാസത്തില് വ്യക്തത നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അത് ഈ ഒരു മാസം മുന്നോട്ടേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു മാസം അവസാനത്തോടു കൂടിയിട്ടൊക്കെ ആയിരിക്കും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വ്യക്തത കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സംഘർഷഭരിതമായിരിക്കും ഈ ഒരു മാസത്തിന്റെ തുടക്കം. വലിയ വലിയ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട്. പല കാര്യങ്ങളും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിലാണെങ്കിൽ തന്നെ ഇത് തന്നെയാണോ ശരി, ഇതുമായിട്ട് മുന്നോട്ടേക്ക് പോകണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളൊരു സംശയങ്ങൾ മനസ്സിൽ വന്നേക്കാം. ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഒത്തിരി കോമ്പറ്റീഷൻ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് പറ്റിയതാണോ, അല്ലെങ്കിൽ ചില ആളുകൾക്ക് ഭയങ്കരമായിട്ടുള്ള ഭയം ഉണ്ടാവും. അതായത് ജോലി നഷ്ടപ്പെടുമോ, അപ്പൊ നിങ്ങളോടൊപ്പം മറ്റാരെങ്കിലും ജോലിയിൽ കയറിയിട്ടുണ്ട് എങ്കിൽ അപ്പോൾ നിങ്ങളുടെ മുകളിലേക്ക് അവർ പോകുമോ എന്നതിനേക്കാൾ ഉപരി നിങ്ങളെ മാറ്റി അല്ലെങ്കിൽ നിങ്ങളെ പിരിച്ചുവിടുമോ എന്നൊക്കെയുള്ളൊരു ചിന്ത, ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുമോ, കാരണം ചുറ്റുമുള്ള പല ആളുകളിൽ നിന്നൊക്കെയുള്ള ചില വാക്കുകളോ സാഹചര്യങ്ങളൊക്കെ അങ്ങനെ നിങ്ങൾക്ക് തോന്നിയേക്കാം. തീർച്ചയായിട്ടും ഇതൊക്കെ ഒരു മാനസികമായിട്ടുള്ള ഒരു തോന്നലുകളാണ്. കാരണം എനിക്ക് പറ്റില്ല, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾ പുറകിലാണ് എന്നുള്ളൊരു തോന്നല്, നിങ്ങൾ പുറകിൽ താഴെ വീണു പോയി മറ്റുള്ളവർ മുന്നേറുമ്പോൾ എന്നൊക്കെയുള്ളൊരു തോന്നലുണ്ടാകാം. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള നിങ്ങളുടെ ഈ ഒരു സാഹചര്യത്തില് മാനസികമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചൊന്നു ശാന്തത കൈവരിക്കാൻ, അല്ലെങ്കിൽ കുറച്ചൊന്നു മെഡിറ്റേറ്റീവ് ഇതിലേക്ക് പോകാനായിട്ടൊരു ധ്യാനം അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. മനസ്സിന് സംയമനം പാലിക്കുകയും പെട്ടെന്ന് കൂളായിട്ടിരിക്കുക. പെട്ടെന്ന് ദേഷ്യം വരുന്ന സമയമാണ്. കാരണം അങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ്, വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ് മറ്റുള്ളവരിൽ നിന്നൊക്കെയുള്ള പെരുമാറ്റമൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടുന്നത് പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട് എങ്കിൽ ദേഷ്യം കൺട്രോൾ ചെയ്യാം. അഥവാ പെട്ടെന്ന് ദേഷ്യം വരികയാണെങ്കിൽ കൂടി അധികം സംസാരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അപ്പൊ നിങ്ങൾ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് എന്താണ് വായിൽ വരുന്നത് അത് ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കും. അത് നിങ്ങൾക്ക് ചിലപ്പോൾ പ്രശ്നമായേക്കാം. അല്ലാത്ത പക്ഷം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ദേഷ്യത്തിന്റെ പുറത്ത് ആരോടും ഒന്നും സംസാരിക്കാതിരിക്കാതെ, ഇപ്പോൾ ജോലിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണെങ്കിലും അതല്ല, ഇനി നിങ്ങൾക്ക് ചുറ്റും നിങ്ങളുടെ ബന്ധങ്ങളോ ബന്ധുക്കളോ ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണെങ്കിലും
മറ്റുള്ളവരോടുള്ള സംസാരം, ദേഷ്യം വരുമ്പോൾ ആരോടും ഒന്നും ദേഷ്യപ്പെട്ട് പറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതേപോലെ കിങ് ഓഫ് ഫോൺസ് എനർജിയാണ്. ഈ ഒരു എനർജി, അതായത് കിങ് ഓഫ് ഫോൺസ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കംപ്ലീഷൻ ഫേസ് ആണ്. ഒരു ഫേസ് കഴിഞ്ഞു ജീവിതത്തിൽ, പുതിയൊരു ഫേസിലേക്കാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഒരു യാത്രയ്ക്ക് ഒരുങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് പല ആളുകളും. ഈ ഒരു യാത്ര എന്ന് പറയുന്നത് പലരുടെയും ജീവിതത്തില് അവർ വ്യത്യസ്ത ഒരു ജീവിതയാത്ര, ജീവിതം തുടങ്ങുന്നതിനുള്ള യാത്ര എന്ന് പറയാം. അതിനർത്ഥം നിങ്ങൾ ഇപ്പൊ ചിലപ്പോൾ ഇനി നിങ്ങൾ 25 വയസ്സായാലും 45 വയസ്സുള്ള ആളായാലും നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ജീവിതം ഇന്നുവരെ തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അതിനർത്ഥം നിങ്ങൾക്കിപ്പോൾ നല്ല ജോലി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും, ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിവാഹിതരായി, കുട്ടികൾ നല്ല രീതിയിൽ പോകുന്നു, നല്ല ഹസ്ബൻഡ് വൈഫ് നല്ല രീതിയിൽ പോകുന്നു, നല്ല ജോലി, ഇതൊക്കെ നിങ്ങൾക്കുണ്ട്. അപ്പൊ പിന്നെ ജീവിതം തുടങ്ങി സന്തോഷമായിട്ടിരിക്കുന്നു എന്നുള്ളൊരു രീതിയിലാണെങ്കിലും നമ്മൾ പലപ്പോഴും പല ആളുകളും ഹാപ്പിനെസ്, ജീവിതത്തിൽ സന്തോഷം പൊതുവിൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ എന്താണ്, നല്ല ജോലി, നല്ല വരുമാനം, സാമ്പത്തികം, നല്ല കുടുംബം, ഇതൊക്കെ ഉണ്ട് എങ്കിൽ ആ ഒരു വ്യക്തി സക്സസ്ഫുൾ ആണ്, വിജയത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇവിടെ പറയുന്നത് ഇങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ചല്ല. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ നിയോഗം എന്തായിരുന്നു, ജീവിതത്തിന്റെ നിയോഗം, അത് നിങ്ങൾ ഇതുവരെ പക്ഷെ കണ്ടെത്തിയിട്ടില്ല. അപ്പൊ ആ ഒരു ശരിയായിട്ടുള്ള നിയോഗം കണ്ടെത്തുകയും അതിലേക്കുള്ള ഒരു യാത്രയുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ അത് നിയോഗം എന്ന് പറയുമ്പോൾ ഒരു ആത്മീയ യാത്രയാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയൊന്നും വേണ്ട. അങ്ങനെയുള്ളവരും ഉണ്ട്. പക്ഷെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു നിയോഗമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നിയോഗം എന്തെന്ന് കണ്ടെത്തി അതിലേക്കുള്ളൊരു യാത്രയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിനർത്ഥം ബാക്കിയുള്ളതൊക്കെ തള്ളിക്കളഞ്ഞ് പോവാ എന്നുള്ളതല്ല. ഒരു യാത്രക്കായിട്ട് നിങ്ങൾ തീരുമാനിക്കുന്നു, പുറപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 3 ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ ജോലി ഉണ്ടാവും, നല്ല ജോലിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് എങ്കിൽ കൂടിയും നിങ്ങൾ ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ചെറുത് തന്നെ ആവണമെന്നില്ല, വലിയ ബിസിനസ്സും ആവാം. ഇതൊരു കൂട്ടുകച്ചവടമാണ്, ഒന്ന് പാർട്ട്ണർഷിപ്പിൽ തുടങ്ങുന്നതാണ്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങളെ ഫാമിലിയിലെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരെങ്കിലും ആവാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അത് പാർട്ട്ണർഷിപ്പിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് ആളെ നോക്കി അതിനനുസരിച്ചിട്ട് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ട്ണറെ നിങ്ങളായിട്ട് ചൂസ് ചെയ്യുന്നതും ആവാം. എന്തായാലും ഒരു കൂട്ടുകച്ചവടത്തിൽ നിന്നാണ് സാമ്പത്തികമായിട്ടുള്ള ഒരു ബെനിഫിറ്റ് ഇവിടെ കാണിക്കുന്നത്. ഒറ്റയ്ക്ക് നിന്നിട്ട് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റുന്നില്ല. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ആണ് താല്പര്യമെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾക്ക് അത്രയും അടുപ്പമുള്ള ആരെങ്കിലും, അത്രയും വിശ്വാസമുള്ള ഒരാളെങ്കിലും കൂടെ കൂട്ടുന്നത് നിങ്ങൾക്ക് എപ്പോഴും ഒരു ബലമായിരിക്കും പല കാര്യങ്ങൾക്കും. അപ്പൊ ഇനിയിപ്പോ ചില ആളുകൾക്ക് പുറത്തുനിന്ന് ആരെയും വിശ്വാസമില്ല എങ്കിൽ അത്രയും നിങ്ങളുടെ സഹോദരങ്ങളോ നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാണെങ്കിലും അത് തുടങ്ങിയ 2 വ്യക്തികൾ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അതേപോലെ 6 ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. നേരത്തെ പറഞ്ഞ പോലെ കൊടുക്കൽ വാങ്ങലുകൾ, ബന്ധങ്ങൾ, പാർട്ട്ണർഷിപ്പാണ് ഇവിടെ കൂടുതലായിട്ട് ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നത്. അപ്പോ ഇവിടെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ വരുമാനത്തിലുള്ള ഉയർച്ചയും കാണിക്കുന്നു. ഈ ഒരു ഉയർച്ച എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു ബിസിനസിനെ കുറിച്ച് പറഞ്ഞു, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവാം. അതല്ലാതെ ഇപ്പോൾ ഹസ്ബൻഡ് വൈഫ് രണ്ടുപേരുടെയും കാര്യത്തിൽ വരുമാനത്തിൽ വർധന ഉണ്ടാകാം മുന്നോട്ടേക്ക് വരുമ്പോൾ. ഒന്നുകിൽ ഹസ്ബൻഡിന് അല്ലെങ്കിൽ വൈഫിന് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആകാം. അതല്ലാതെ രണ്ടുപേർക്കും വരുമാനത്തിൽ ഉയർച്ച ഉണ്ടാകുന്ന ഒരു സാഹചര്യമാവാം. അപ്രതീക്ഷിതമായിട്ട് ധനം വന്നു ചേരുന്ന സമയമുണ്ട്. അപ്പൊ അത് എവിടെന്നെങ്കിലും നിങ്ങൾ കിട്ടാക്കടം എന്തെങ്കിലും കിടക്കുന്നുണ്ട് എങ്കിൽ അതാവാം. അതല്ല എങ്കിൽ ലോണിന് എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ടിട്ടുണ്ട് എങ്കിൽ ലോൺ ലഭിക്കുന്നതുമാവാം ഇത് സൂചിപ്പിക്കുന്നത്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു മാസത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞു നിങ്ങൾ കുറച്ച് സംഘർഷവും കുറച്ച് ഒറ്റപ്പെടലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തോന്നലുകളൊക്കെ ഉണ്ട് എന്നുള്ളത്. ചില ആളുകൾ നിങ്ങൾ പ്രണയ നൈരാശ്യം അല്ലെങ്കിൽ പ്രണയം ബ്രേക്കപ്പ് സംഭവിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും ആ ഒരു ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഇട്ടിട്ട് പോയതല്ല, പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളുടേതല്ലാത്തൊരു തെറ്റാണ് എങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരു വിവാഹം നിങ്ങൾ തമ്മിലൊരു തിരിച്ച് വരവ് കാണിക്കുന്നുണ്ട്, ഒരു റീകൺസിലേഷൻ. മറ്റു ചിലർക്ക് വിവാഹമാണ്, പ്രണയ സാക്ഷാത്കാരം. അതേപോലെ അറേഞ്ച് മാരേജ് ആണെങ്കിൽ ഒരു വിവാഹം, ഒരു ഇഷ്ടവിവാഹത്തിലേക്ക് കലാശിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഈ ഒരു മാസം അവസാനത്തിലേക്കൊക്കെ പോകുമ്പോൾ വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനമാകുന്നതും മറ്റുമൊക്കെ ആവാം. ചില ആളുകൾക്ക് വിവാഹം നടക്കാനും ഈ ഒരു മാസം സാധ്യതയുണ്ട്. ഓക്കെ.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുമെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.